രാഹുലെ, യുദ്ധം ശരിക്കും ബാധിച്ചത് നമ്മുടെ അടുക്കളകളെയാണ്. ഗ്യാസ് ലഭ്യമല്ലാത്തൊരവസ്ഥ. അതിനൊപ്പം തന്നെ കൂന്മേൽ കുരു പോലെ ഇതാ ഗ്യാസിന് വില വർദ്ധിച്ചിരിക്കുകയാണ്. 990 രൂപയ്ക്ക് മേലെയാണ് ഗ്യാസിന് വില വർദ്ധിച്ചിരിക്കുന്നത്. അതും വാണിജ്യ സിലിണ്ടറിന് 19 കിലോഗ്രാമിന് 195 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് വാണിജ്യ സിലിണ്ടറിന് തിരുവനന്തപുരത്തൊക്കെ 1912 ഡൽഹിയിൽ 2000 മുകളിലുമാണ് റേറ്റ് വരുന്നത്. ഇത് ഹോട്ടലുകളെ ബാധിക്കും. നമുക്കറിയാം, ഈ സിലിണ്ടർ വിഷയത്തിൽ നിന്ന് ഹോട്ടലുകൾ പതിയെ പച്ച പിടിച്ച് വരുമ്പോഴാണ് വീണ്ടും ഈ വിലക്കയറ്റം ഒരു വലിയ തിരിച്ചടിയായി മാറുന്നത്. ഞാൻ ആഗ്രഹിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകരുതേ എന്നാണ്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ നിലനിന്ന് പോയെങ്കിൽ മാത്രമേ ഇവരെല്ലാം വില കൂട്ടാതെ നിൽക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എല്ലാ സ്ഥലങ്ങളിലും വോട്ട് പെട്ടിയിലായി. ഇനി ഇപ്പോൾ ഇന്ധനത്തിന് വില കൂട്ടിയാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, ആരാണ് ചോദിക്കാറുള്ളത് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ ഭരണ സംവിധാനങ്ങൾക്കുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ വില കൂട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഓരോ ദിവസവും ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാളെ വില കൂട്ടാം, നാളെ വില കൂട്ടാം, അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ യുദ്ധം എന്ന് പറയുന്നൊരു വിഷയം വരുന്നത്. യുദ്ധത്തിന് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടിയില്ല എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ പല നഗരങ്ങളിലും കരിഞ്ചന്തയിൽ നിന്നാണ് ഇവരെല്ലാം ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങിക്കുന്നത്. പലർക്കും കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികം എന്താണ് നടക്കാൻ പോകുന്നത്? ഇവിടുത്തെ ഹോട്ടലുകൾ തോന്നിയ പോലെ വിലയിടുന്നൊരു സാഹചര്യമാണ്. ഒറ്റ ദിവസം കൊണ്ട്, അതായത് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് യഥാർത്ഥത്തിൽ പാചകവാതത്തിന് കൂടിയ വില എന്ന് പറയുന്നത് 993 രൂപയാണ്. അതായത് 19 kg ഈ നമ്മുടെ സാധാരണ കടക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സിലിണ്ടറിന് കൂടിയ വിലയാണ് 993 രൂപ. ഒറ്റ ദിവസം കൊണ്ട് കൂടിയ പൈസയാണ്. അതേപോലെ തന്നെ 5 kg നമ്മൾ ഈ പെട്രോൾ പമ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഇല്ലേ, അതിന് കൂടിയത് 293 രൂപയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ മാത്രമല്ല, മുഴുവൻ സംസ്ഥാനങ്ങളെയും വഞ്ചിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരുകൾ ഇതിന് കൃത്യമായിട്ടുള്ള നടപടിയെടുക്കുന്നത്. ഇപ്പം ഗ്യാസ് വില കൂടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ പെട്രോളിൻ്റെ വില കൂടുന്നു എന്ന് പറയുന്നതിനകത്ത് ഇവിടെ 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. എന്നിട്ട് അവരൊക്കെ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോളിനാണ് ഈ 149 നിന്നുള്ളൊരു കടന്ന് കയറ്റം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് 20 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് കിലോ കണക്കല്ല പറയുന്നത്. ഈ 19 കിലോയുടെ സിലിണ്ടർ അത് 100-ൽ കടന്നിരുന്നത് 149 രൂപയായിരുന്നു. നമ്മളാരും അറിഞ്ഞിട്ടില്ല. അത് പതിയെ പതിയെ കയറിപ്പോയി. ഇപ്പോൾ ഇതാ അത് ഒറ്റയടിക്ക് 160ലേക്ക്, അതായത് എക്സ്ട്രാ ഗ്രീൻ വില 91.6 ആണ് വില വർദ്ധിച്ചിരിക്കുന്നത്. പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുകയാണെങ്കിൽ നാളുകളിൽ ഒരു കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് കേരളവും മറ്റുള്ള സംസ്ഥാനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം. നമ്മൾ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കോ. ഇന്ന് കൊച്ചിയിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നമ്മളൊരു ചായ കുടിക്കണമെങ്കിൽ 20 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. 10 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ചായ ഒരാഴ്ച കൊണ്ടാണ്, ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങി അവസാനിക്കുന്ന സമയം കൊണ്ട് 10 രൂപയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. ഇനി എന്നാണ് ഈ വില കുറയുന്നത്? ഈ വില കുറയില്ല. ഈ വില ഇനിയും കൂടി തന്നെയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും തീ വിലയാകും. സാധാരണപ്പെട്ട മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇതിന് വേണ്ടിയിട്ട്, ഈ വിലക്കയറ്റം കൂടുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരുകളാണെങ്കിലും കേന്ദ്ര സർക്കാരുകളാണെങ്കിലും എന്താണ് ചെയ്യുന്നത് എന്ന് പൊതുജനം ചോദിച്ചു കഴിഞ്ഞാൽ കൈ മലർത്തി കാണിക്കുന്ന സർക്കാരുകളാണ് ഇന്ന് നിലവിലുള്ളത്. അല്ല, ജനങ്ങൾക്ക് വേണമെങ്കിൽ ജനങ്ങൾ ചെയ്തോണമല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിനും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനും ഉള്ളത്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ വില വർധനവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും ഗ്യാസിന് വില വർദ്ധിക്കുമ്പോൾ പെട്രോളിനും വില വർദ്ധിക്കുവാനുള്ള സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ 50 പൈസ 1 രൂപയൊക്കെ വെച്ച് നമ്മുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റയടിക്ക് 20-30 കൂടാനുള്ള ചാൻസ് ഇല്ലാതില്ല എന്നല്ലേ? അല്ല, ഇത് തീ വിലയാണ്. ഇപ്പോൾ ഒരു 50 രൂപ 100 രൂപ ഒക്കെ കൂടുന്നത് പോലെയാണോ ഒരു 993 രൂപയൊക്കെ ഒറ്റയടിക്ക് കൂട്ടുക എന്ന് പറയുന്നത്? അതായത് 1000 രൂപ ഒറ്റയടിക്ക് കൂട്ടുകയാണ്. ഒരു 50 രൂപ 100 രൂപ അല്ലെങ്കിൽ അങ്ങനെ കൂട്ടേണ്ട ഒരു സാഹചര്യത്തിലാണ് ഒറ്റയടിക്ക് 1000 രൂപയിലേക്ക് എത്തിക്കുന്നത്. ഇത് ഇവിടുത്തെ എനിക്ക് പിണറായി സർക്കാരിനെയാണ് ഓർമ്മ വരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ പെൻഷൻ 2000 രൂപ ആക്കും എന്ന് പറയുന്നത് പോലെയാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് കൂട്ടിയത്. ഒരു സാധാരണ മനുഷ്യനിപ്പോൾ, അതായത് ചെറിയ പെട്ടിക്കടയിട്ട് നടത്തുന്ന, ചെറിയ തട്ടുകടകൾ നടത്തുന്ന, അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ,
അവർ സ്വാഭാവികമായിട്ടും ഇന്നും പല കടകളിലും ചെറിയ വിലയ്ക്ക് ആഹാരം കൊടുക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഈ ഗ്യാസിൻ്റെ വില ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരും കൂടിയ വിലയ്ക്ക് ആഹാരം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. ആഹാരത്തിൻ്റെ വില അതിക്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ആഹാരത്തിൻ്റെ വില അതിക്രമിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളുടെയും, അതായത് ഇവിടുത്തെ നമ്മൾ ദൈനംദിനം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വില വർധനവ് കൂടും. സ്വാഭാവികമായിട്ടും നമ്മൾ ആശ്രയിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്കും വില കൂടും. അവസാനം മനുഷ്യന് പുറത്തേക്കൊന്ന് ഇറങ്ങി ഒരു വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സർക്കാരുകൾ ഇത് കൃത്യമായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ ബാധ്യതയായിരിക്കും. അതായത് ഒരു റിസഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. റിസഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവസാനം അതിൻ്റെ ഒരു അറ്റത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ കൂടെയാണ് ഈ യുദ്ധം കൂടെ. യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പിട്ട് ഇറാനിൽ നടന്നിട്ടുള്ള സ്ഥിതി വിശേഷങ്ങളൊക്കെ. ഇറാനിൽ ഇന്ത്യയുടെ ആയിട്ടുള്ള, അതായത് നമുക്കറിയാവുന്നതുപോലെ ഹോർമോസ് കടലിൽ കൂടെ വന്നിട്ടുള്ള ഇന്ത്യയുടെ ഒരു കപ്പൽ, ആ കപ്പലിലേക്ക് വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിലുണ്ടായിരുന്നത് എണ്ണയാണ്, ഓയിൽ ബങ്കറാണ്. ഇതിനകത്ത് ട്രംപ് ഇന്ത്യക്ക് കൊടുക്കുന്ന ചില നിബന്ധനകളുണ്ട്. ട്രംപിനെ അനുസരിക്കുന്ന ഇന്ത്യ, ട്രംപ് പറയുന്നിടത്ത് നിൽക്കുന്ന ഇന്ത്യ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമേരിക്ക തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇന്ത്യയും അതിനനുസരിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ മുഴുവനായിട്ടും നിലനിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ റഷ്യയിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്ന എണ്ണയാണെങ്കിലും, ഇപ്പോൾ ഹോർമോസ് കടലിടുക്ക് വഴിയാണ് എല്ലാ എണ്ണ കേന്ദ്രങ്ങളും, ഏകദേശം 50-60% എണ്ണകളും ആ വഴിക്കാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴും ബാരലിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ വില വർധനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് സാധാരണ ഒരു കടക്കാരൻ്റെ ഇടയിലേക്ക് എത്തുമ്പോഴാണ് ഇത്രയും വലിയ വില വർദ്ധിപ്പിക്കുന്നത്. അതായത് അവിടെ ചെറിയ വില വർധനം ഉണ്ടാകുമ്പോൾ, ആഗോള വിപണിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും വലിയ മാറ്റങ്ങളാണ് സാധാരണപ്പെട്ടവർ ഉണ്ടാകുന്നത്. അത് തടയാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരുകൾക്കോ കഴിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത്.